ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ മഗ്‌രിബ് നിസ്കരിക്കാനായിട്ട് ഹറമിലേക്ക് പോവാണ്. ഇപ്പം നമുക്ക് ക്ലോക്ക് ടവർ കാണാം, പിന്നെ അമീനാരമൊക്കെ കാണാം. നമ്മൾ നടന്നാണ് പോകുന്നത്. അത് ഞാൻ പോകുന്ന വഴിക്ക് സൗദി പോസ്റ്റ് ഉണ്ട്, ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. അതൊരു കൗതുകം കൊണ്ട് എടുത്തതാണ്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ യെല്ലോ കളറിലായിട്ട് വാനും ട്രക്കും ഒക്കെ ഉണ്ട്. അത് ഇവിടുത്തെ ഫയർഫോഴ്സാണ്. അങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ റോഡിൻ്റെ ഇടത്ത് വശത്തായിട്ട് ബസ് സ്റ്റോപ്പ് കാണാം. ഹോട്ടൽസിൽ നിന്നൊക്കെ ഉള്ള ബസ്സും പിന്നെ അതുപോലെ തന്നെ മക്ക ബസ്സൊക്കെ വരുന്നത് ഇവിടെയാണ്. മക്ക ബസ്സിൽ 10-ാം നമ്പർ 12-ാം നമ്പർ. ഇത് ജർവൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ കുട്ടികളുടെ സേഫ്റ്റിക്കായിട്ട് നമ്മൾ നമ്മുടെ റിസ്റ്റിലും കുട്ടികളുടെ റിസ്റ്റിലും ഒരു ബാൻഡ് പോലെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്, കുട്ടികളൊക്കെ മിസ്സായി പോകുന്നതിന്. മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ സമയമായി. അതാണ് ക്ലോക്ക് ടവറിൽ ഗ്രീൻ ലൈറ്റ് കത്തി നിൽക്കുന്നത്. അങ്ങനെ ബാങ്ക് കൊടുത്തു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 7:15 കഴിഞ്ഞു. അങ്ങനെ കുറേ പേര് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പോകുന്നവരുണ്ട്, പിന്നെ ഇശാന് വേണ്ടി അവിടെ തന്നെ നിൽക്കുന്നവരുണ്ട്. ഞങ്ങൾ നടന്നെത്തിയപ്പോഴേക്കും ഈ ഷാമിയ ഭാഗത്ത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ, പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ നിന്ന ഭാഗത്ത് തന്നെ അവിടെ നിന്ന് നിസ്കരിച്ചു. അങ്ങനെ ഞങ്ങൾ പള്ളീൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിയാലോ എന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ സൂം ചെയ്യാൻ പോകുന്നത് കഅബൻ്റെ അവിടേക്കാണ്. ഇവിടെ നിന്നും കാണാം ഒരു ബ്ലാക്ക് കളറും ഗോൾഡൻ കളറും കാണുന്നില്ലേ, അതാണ്. ചെറുതായിട്ട് കാണുന്നുള്ളൂ അതിലൂടെ നോക്കുമ്പോൾ. രാത്രിയിൽ ഈ ലൈറ്റും ക്ലോക്ക് ടവറിൻ്റെ ആ ഗ്രീൻ ലൈറ്റും എല്ലാം കൂടുതൽ ഭംഗിയാണ്. പിന്നെ ഇന്ന് ഇസിയാന് മഗ്‌രിബ് നിസ്കാരമായപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. അങ്ങനെ സ്ട്രോളറിൽ തന്നെ അവിടെ കിടത്തി. അതുകൊണ്ട് ഇന്ന് അധികം ഓടി കളിച്ചൊന്നും ചെയ്തില്ല. ഞങ്ങളവിടെ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് തന്നെ ഷൂ ബാഗ് ഡിസ്പെൻസർ ഉണ്ട്, കവർ നമ്മളെ ഷൂ ഒക്കെ ഇട്ട് വെക്കാനായിട്ട്. സാധാരണ ഞാൻ ബാഗിൽ ഒരു കവർ എടുത്ത് വെക്കാറുണ്ട്, ഒരു കവറും ഒരു ബോട്ടിലും എടുത്ത് വെക്കും സംസം വെള്ളമൊക്കെ നിറയ്ക്കാൻ. അങ്ങനെ ഷൂ ഒക്കെ നമ്മൾ അതിൽ ആക്കി ഞങ്ങൾ ഉള്ളിലേക്ക് കയറാണ്. ഗേറ്റിൻ്റെ അവിടെ തന്നെ സെക്യൂരിറ്റീസും പോലീസുകാരൊക്കെ ഉണ്ടാവാറുണ്ട്. എൻ്റെ അടുത്ത് ഡയപ്പർ ബാഗ് ആയതുകൊണ്ട് എൻ്റെ ഡയപ്പർ ബാഗ് ചെക്ക് ചെയ്തായിരുന്നു. സ്ത്രീകൾ സെക്യൂരിറ്റീസ് തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോഴേക്കും ഇസിയാൻ എണീറ്റു. അങ്ങനെ ഇസിയാൻ എണീറ്റ പാടെ തന്നെ അവന് സംസം വെള്ളമൊക്കെ കൊടുത്തു. അവനത് കുടിച്ച് അവനൊന്ന് സെറ്റാക്കി. ഈ 114-ാം നമ്പർ ഗേറ്റിൻ്റെ അവിടേക്ക് കയറാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. നമ്മളവിടെ പള്ളീൻ്റെ ചുറ്റുഭാഗത്തൊക്കെ കുറേ ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഖുർആൻ കോമ്പറ്റീഷൻ്റെ സഫർ 15-ാം തീയതി മുതൽ സഫർ 26 വരെ നടക്കുന്നുണ്ടെന്ന്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ വെന്യൂ ഈ ഭാഗത്തായിട്ടുണ്ടെന്ന് ഞാൻ ഇതിന് മുന്നത്തെ ഒരു ദിവസം പോയപ്പോൾ അവിടെ കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് നടന്നു പോവുകയാണ്. പോകുന്ന വഴിക്കൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് ബോർഡുകളൊക്കെ കണ്ടിരുന്നു. അതാണ് ആ ബോർഡ്. ഫൈനൽ ക്വാളിഫിക്കേഷൻ വെന്യൂ കിങ് അബ്ദുൽ-അസീസ് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ഫോർ മെമ്മറൈസിങ്, റിസൈറ്റിംഗ് ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് 45th സെഷൻ ഫോർ ഹിജ്റ 1447 2025. ഏരോ മാർക്ക് കണ്ട് മുന്നോട്ട് നീങ്ങിയപ്പം അവിടെയൊക്കെ അടച്ചിട്ടുണ്ട്, ക്ലോസ്ഡ് ആണ്. ആളുകളൊക്കെ പോകുന്ന കണ്ടിട്ട് ഞാനും അവിടേക്കൊന്ന് പോയി നോക്കി. അവിടെ എല്ലാം ഫുൾ ക്ലോസ്ഡ് ആണ്. നമുക്ക് ദൂരെ നിന്നിട്ട് ഒരു ഗ്രീൻ ലൈറ്റിൽ അവിടുത്തെ സ്റ്റേജ് കാണാം. നിങ്ങൾ കാണുന്നുണ്ടോ? അത് നമ്മുടെ ഇവിടേക്ക് ഫേസ് ചെയ്തിട്ടല്ല, അതിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഫേസ് ചെയ്തിട്ടുള്ള സ്റ്റേജ് ഉണ്ട്. പിന്നെ കുറച്ച് ക്യാമറാസ്, അതിൻ്റെ ലൈറ്റ്സ്, അതൊക്കെ ഞാൻ അവിടെ കണ്ടു. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വുമൺ പ്രയർ ഏരിയയാണ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് പോയി നോക്കി, ആ സ്റ്റേജ് ഒന്ന് കാണാൻ പറ്റുമോ നോക്കി. പക്ഷെ പറ്റിയില്ല, നമുക്കതിനുള്ള എൻട്രി ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ പോയത് മഗ്‌രിബ് നിസ്കരിക്കുന്ന സമയത്താണ്. സാധാരണ കോമ്പറ്റീഷനൊക്കെ നടക്കുന്നത് രാവിലെ സമയത്തായിരിക്കുമല്ലോ.
ഞാൻ ഇവിടുത്തെ പള്ളീൻ്റെ ഓരോ സ്ട്രക്ചറും നോക്കുകയായിരുന്നു. അള്ളാൻ്റെ പള്ളി മാഷാ അല്ലാ എന്ത് ഭംഗിയാണോ കാണാൻ, ലൈറ്റുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട്. പിന്നെ ഓരോ ഗേറ്റിലും അതുപോലെ തന്നെ റൂഫിലും എല്ലാം ഗോൾഡ് പ്ലേറ്റഡാണ്. മൊത്തത്തിൽ ഈ രാത്രി കൂടെ ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഓരോ ലൈറ്റിൻ്റെ ഒക്കെ അടിയിലായിട്ട് ക്യാമറ ഒക്കെ കാണാം. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇസിയാൻ എണീറ്റായിരുന്നു സ്ട്രോളർമെന്ന്. അവൻ പിന്നെ അധികം നേരം അയിമേൽ ഇരുന്നില്ല. പിന്നെ അവൻ ഓടിക്കളിക്കണം. പിന്നെ ഈ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നിട്ടുള്ള കാലിഗ്രഫി പോലെ കൊത്തി വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഞാൻ ബോട്ടിലിൽ സംസം വെള്ളം നിറയ്ക്കാനായിട്ട് വന്നതാണ്. ഇവിടെ പൈപ്പുണ്ട് സംസം വെള്ളം നിറയ്ക്കാനായിട്ട്. ഞാൻ പോയപ്പോൾ തന്നെ അവിടെ ഒരു കുട്ടി ഒരു ബ്ലൂ ബാഗിൽ സംസം വെള്ളം നിറയ്ക്കുന്നുണ്ട്. അത് ഏകദേശം 5 ലിറ്ററോളം സംസം വെള്ളം അതിൽ നിറയ്ക്കാൻ പറ്റും. അതിവിടെ പുറത്തൊക്കെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് കാണാം 5 റിയാലിന് ആളുകളൊക്കെ വെക്കുന്നത്. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന കുപ്പിയിൽ സംസം വെള്ളം നിറയ്ക്കുകയാണ്. സാധാരണ അറമിലേക്ക് വരുമ്പോൾ ഒരു ബോട്ടിൽ എന്തായാലും കൈ പിടിക്കാറുണ്ട് റൂമിലേക്ക് പോകുമ്പോൾ എടുക്കാനായിട്ട്. പിന്നെ ഞാനിപ്പം എടുക്കുന്ന ഈ പൈപ്പിൻ്റെ അടുത്ത് 4 പൈപ്പുകളുണ്ട്. അതിൽ 2 എണ്ണത്തിൽ മാത്രമേ സംസം വെള്ളമുള്ളൂ. ബാക്കി അതിൻ്റെ അറ്റത്തുള്ള 2 പൈപ്പുകളും സംസം വെള്ളമല്ല, നോർമൽ വാട്ടറാണ്. അത് നമുക്ക് വുളുവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പലർക്കും അത് അറിയില്ല. അങ്ങനെ കാണുന്നവർ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതായി കാണുന്ന അതിലാണ് നമ്മൾ യൂസ് ചെയ്ത കപ്പ്, അതിലാണ് ആ ഹോളിലാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യാറുള്ളത്. ഇങ്ങനെ പൈപ്പ് ഉള്ളിടത്തുനിന്ന് നമുക്ക് കുപ്പിയിലൊക്കെ നിറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ പുറത്തൊക്കെ എല്ലായിടത്തും സംസം വെള്ളത്തിൻ്റെ ക്യാനുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൽ നിന്ന് അവിടുത്തെ സെക്യൂരിറ്റിക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വെള്ളം എടുക്കാനൊന്നും സമ്മതിക്കില്ല. അതിൽ നമുക്ക് കപ്പിൽ കുടിക്കാം, അതിന് കുഴപ്പമില്ല. ഞാൻ ബോട്ടിലൊക്കെ നിറച്ചു. അങ്ങനെ ഞാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. അങ്ങനെ ഇപ്പോൾ 114 നമ്പർ ഗേറ്റ് കഴിഞ്ഞ് പുറത്തെത്തി. ഇപ്പോൾ സമയം ക്ലോക്ക് ടവറിൽ 7:40 8:30 എങ്ങാനുമാണ് ഇവിടെ ഇശാ നിസ്കാരം. ഈ കൊണ്ടുപോകുന്നതാണ് സംസം വെള്ളത്തിൻ്റെ ക്യാനുകൾ. അത് നമുക്ക് കപ്പിലൊക്കെ ആക്കിയിട്ട് സംസം വെള്ളം കുടിക്കാം. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി റൂമിലേക്ക് തിരിച്ചു പോവാണ്. കുറേ പേര് ഇശാ നിസ്കരിക്കാനായിട്ടും പിന്നെ ഉംറക്കൊക്കെ ആയിട്ട് കുറേ ഗ്രൂപ്പുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇത് ജൂലൈ 20-നുള്ള വീഡിയോ ആണ്. അതായത് സഫർ 26-ന് ഞങ്ങൾ പോകുമ്പോൾ കുറേ അധികം മിലിറ്ററീൻ്റെയും പോലീസിൻ്റെയും എല്ലാവരുടെയും ജീപ്പും കുറേ അധികം പേര് മിലിറ്ററിക്കാരും പോലീസുകാരും ഒക്കെ അവിടെ അങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പോഴാണ് നമ്മുടെ ഖുറാൻ കോമ്പറ്റീഷൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു അത്. സഫർ 15 മുതൽ 26 വരെ എന്നായിരുന്നു ബോർഡ് കണ്ടിരുന്നത്. ഇത് അന്ന് തന്നെ ഞങ്ങൾ ഹറമിൽ നിന്ന് തിരിച്ചു വരുമ്പോഴുള്ള വീഡിയോ ആണ്. അവിടെ കുറേ പേര് നിൽക്കുന്നത് കണ്ടു. അവരുടെ ഡ്രസ്സിങ് എല്ലാം കണ്ടിട്ട് ഖുറാൻ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരാണെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്ക് ഇതാണ് ATM മെഷീൻ. നമ്മളെ നാട്ടിലെ പോലെ അല്ല, ഇവിടെ ഫുള്ളി ഓപ്പൺഡാണ്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അസ്സലാമു അലൈക്കും.